ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിൻ്റെ പരിശുദ്ധ ഇഞ്ചിയിൽ അധ്യായം 10. അതിനുശേഷം റബ്ബ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന ഓരോ മദീനയിലേക്കും സ്ഥലങ്ങളിലേക്കും 2 പേരെ വീതം തനിക്ക് മുമ്പായി അയച്ചു. ഈസ അവരോട് പറഞ്ഞു, കൊയ്ത്ത് ഒരുപാടുണ്ട്, എന്നാൽ ഖാദിമുകൾ കുറവാണ്. അതുകൊണ്ട് കൊയ്യാൻ ഖാദിമുകളെ അയക്കാൻ കൊയ്ത്തിൻ്റെ റബ്ബിനോട് നിങ്ങൾ ത്വൽബ് ചെയ്യുവിൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടിൻ കുട്ടികളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കൈസഞ്ചിയോ ഭാണ്ഡക്കെട്ടോ ചെരുപ്പോ നിങ്ങൾ എടുക്കരുത്. വഴിയിൽ വെച്ച് ആരോടും സലാം പറയുകയും അരുത്. നിങ്ങൾ ഏത് പുരയിൽ ചെന്നാലും ഈ പുരയ്ക്ക് സലാമത്ത് ഉണ്ടാകട്ടെ എന്ന് ആദ്യം പറയുക. നിങ്ങൾ ഏത് പുരയിൽ ചെന്നാലും ഈ പുരയ്ക്ക് സലാമത്ത് ഉണ്ടാകട്ടെ എന്ന് ആദ്യം പറയുക. സലാമത്ത് ആഗ്രഹിക്കുന്നവൻ അവിടെ പാർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സലാമത്ത് അവരുടെ മേലിരിക്കും. ഇല്ലെങ്കിൽ ആ സലാമത്ത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവർ തരുന്നത് ഉപജീവിക്കുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് ആ പുരയിൽ തന്നെ താമസിക്കുക. കാരണം ഖാദിം തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ പുരകൾ തോറും മാറി മാറി താമസിക്കാൻ തുനിയരുത്. ഏതെങ്കിലും മദീനയിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ കബൂലാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തരുന്നത് ഉപജീവിക്കുക. അവിടെയുള്ള രോഗികളെ ശിഫയാക്കുവിൻ. അള്ളാഹുവിൻ്റെ രാജ്യം നിങ്ങളുടെ ഖരീബിലെത്തിയെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും മദീനയിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ കബൂലാക്കാതിരുന്നാൽ ആ മദീനയുടെ തെരുവുകളിൽ നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ മദീനയിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ കുടഞ്ഞിട്ട് പോകുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ രാജ്യം ഖരീബിലെത്തിയെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഖിയാമത്ത് നാളിൽ ആ മദീനക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധി സോദോം മദീനക്കുണ്ടായതിനേക്കാൾ ഭയാനകമായിരിക്കും. കൊറാസീനെ, നിനക്ക് അയ്യോ കഷ്ടം! ബേത്സായിദേ, നിനക്ക് അയ്യോ കഷ്ടം! നിങ്ങളിൽ നടന്ന മുഅ്ജിസാത്തുകൾ സോർ, സീദോൻ എന്നീ ശർറായ മദീനകളിൽ നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പണ്ടുതന്നെ ചാക്കുടുത്തും വെണ്ണീർ പൂശിയും ഇരുന്ന് അവരുടെ പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്ത് മടങ്ങുമായിരുന്നു. എന്നാൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ സോരിലെയും സീദോനിലെയും ജനങ്ങൾക്ക് കിട്ടിയ ശിക്ഷയേക്കാൾ ഭയാനകമായിരിക്കും. കഫർനാമേ, നീ ജന്നത്തോളം ഉയർന്നിരിക്കുമോ? നീ ജഹന്നത്തോളം താണുപോകും. നിങ്ങളുടെ കലാം കേൾക്കുന്നവൻ എൻ്റെ കലാം കേൾക്കുന്നു. നിങ്ങളെ കബൂലാക്കാത്തവൻ എന്നെയും കബൂലാക്കില്ല. എന്നെ കബൂലാക്കാത്തവൻ എന്നെ അയച്ചവനെയും കബൂലാക്കില്ല. 72 പേരും സഹാദത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, റബ്ബേ, നിന്റെ പേരിൽ റൂഹുൻ നജസ് പോലും ഞങ്ങളെ അനുസരിക്കുന്നു. ഈസ പറഞ്ഞു, ശൈത്താൻ ജന്നത്തിൽ നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ചവിട്ടി മെതിക്കാനും ശത്രുവിൻ്റെ എല്ലാ ഖുവ്വത്തിനെയും കീഴടക്കാനും ഞാൻ നിങ്ങൾക്ക് സുൽത്തത്ത് തരുന്നു. അവയൊന്നും നിങ്ങളെ അദാബിലാക്കുകയില്ല. എന്നാൽ റൂഹുൻ നജസ് നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിനാൽ നിങ്ങൾ സഹാദത്തിലാവേണ്ട. നിങ്ങളുടെ പേരുകൾ ജന്നത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സഹാദത്തിലായിരിക്കുവിൻ. ആ വക്തിൽ റൂഹുൽ ഖുദ്ദൂസിനാൽ സഹാദത്തിൽ നിറഞ്ഞുകൊണ്ട് ഈസ പറഞ്ഞു, ജന്നത്തിൻ്റെയും അർളിൻ്റെയും റബ്ബായ അയ്യുഹൽ അബ്ബ, അങ്ങയെ ഞാൻ തംജീദ് ചെയ്യുന്നു. ഇവ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അതേ യാ അബ്ബി, ഇങ്ങനെ ചെയ്യാൻ നീ ബർക്കത്തേകിയല്ലോ. എല്ലാ കാര്യങ്ങളും അബ്ബ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് അബ്ബയല്ലാതെ ആരും അറിയുന്നില്ല. അതുപോലെ തന്നെ അബ്ബ ആരെന്ന് പുത്രനും. പുത്രൻ ആർക്കെല്ലാം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും അറിയുന്നില്ല. അവൻ സ്വഹാബികളുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നതെന്തോ അത് കാണുന്ന കണ്ണുകൾ നസീബുള്ളത്. ഞാൻ പറയുന്നു, അനേകം നബിമാരും മലിക്കുകളും നിങ്ങൾ കാണുന്നതിനെ കാണാൻ കൊതിച്ചിട്ടും അവർ കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ കൊതിച്ചിട്ടും അവർ കേട്ടില്ല. അപ്പോൾ മൂസയുടെ ശരീഅത്തിൻ്റെ മുഅല്ലിമായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, മുഅല്ലിം, ഹയാത്തുൽ അബദിയ ജായിസ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, മൂസയുടെ തൗറാത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്താണ് വായിച്ചറിഞ്ഞത്? അവൻ ഉത്തരം പറഞ്ഞു, നിന്റെ ഇലാഹായ റബ്ബിനെ നീ കാമിലായ കൽബിനാലും
കാമിലായ നഫ്സിനാലും കാമിലായ കുതിരത്തിനാലും കാമിലായ ഫിക്രിനാലും ഹുബ്ബ് വെക്കണം. നിന്റെ കരീബിയായവനെ നിന്നെപ്പോലെ തന്നെ ഹുബ്ബ് വെക്കണം. ഈസ ഇജാബത്ത് പറഞ്ഞു, നീ സ്വഹീഹായി തന്നെ ജവാബ് പറഞ്ഞു, അതുപോലെ തന്നെ ചെയ്യുക, എന്നാൽ നീ ഹയാത്തിലാകും. എന്നാൽ അവൻ സ്വയം ന്യായീകരിക്കുവാൻ ആഗ്രഹിച്ച് ഈസയോട് ചോദിച്ചു, ആരാണ് എൻ്റെ കരീബി? ഈസ പറഞ്ഞു, ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് മുസാഫിറായിരുന്നപ്പോൾ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ ഉടുപ്പുകൾ അഴിച്ചെടുത്ത് അവനെ അടിച്ചു പകുതി ജീവനാക്കിയിട്ട് പോയി. ഒരു ഇമാം യാദൃശ്ചികമായി ആ വഴിയെ വരാനിടയായി. അവനെ കണ്ട് ആ വഴിയുടെ മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തു കൂടെ കടന്നുപോയി. എന്നാൽ സമരിയായിൽ നിന്നും ഒരു ഇൻസാൻ യാത്രക്കിടെ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞു. അവൻ്റെ കരീബിൽ ചെന്നു എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ കെട്ടി തൻ്റെ മൃഗത്തിൻ്റെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുപോയി ഖിദ്മത്ത് ചെയ്തു. അടുത്ത ദിവസം അവൻ സത്രത്തിലെ നാത്തൂറിൻ്റെ കയ്യിൽ 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം എല്ലാം നോക്കണം. കൂടുതലായി എന്തെങ്കിലും നിനക്ക് ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ ഇൻസാന് ഈ 3 പേരിൽ ആരാണ് കരീബിയായി തീർന്നത് എന്ന് നിനക്ക് തോന്നുന്നത്? അവനോട് റഹ്മത്ത് കാണിച്ചവനെന്ന് മൂസയുടെ ശരീഅത്തിൻ്റെ ആ മുഅല്ലിം പറഞ്ഞു. ഈസ പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഈസയും അവൻ്റെ സ്വഹാബികളും പോകുന്ന വഴിയിൽ ഈസ ഒരു ഖരിയയിൽ പ്രവേശിച്ചു. അവിടെ മാർത്ത എന്നു പേരുള്ള ഒരു ഹുർമ ഈസയെ സ്വന്തം ബൈത്തിൽ കബൂൽ ചെയ്തു. അവൾക്ക് മറിയം എന്നു പേരുള്ള ഒരു ഉഖ്തി ഉണ്ടായിരുന്നു. അവൾ റബ്ബിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് അവൻ്റെ കലിമ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാണെങ്കിൽ പലവിധ ഖിദ്മത്തുകളിൽ മുഴുകി കൽബ് ബേജാറായിരുന്നു. അവൾ ഈസയുടെ കരീബിൽ ചെന്ന് പറഞ്ഞു, റബ്ബേ, ഖിദ്മത്തിനായി എൻ്റെ ഉഖ്തി എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. റബ്ബ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് ഫിക്റായി നിന്റെ കൽബ് ബേജാറിലും വിഷമത്തിലുമായിരിക്കുന്നു. എന്നാൽ കുറച്ച് മതി, അല്ലെങ്കിൽ ഒന്ന് മാത്രം മതിയാകും. മറിയം സ്വാലിഹായ അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് ആരും എടുത്തു കളയില്ല.